ഉണ്ടായിരുന്ന ആലയങ്ങൾ ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ടുവെങ്കിൽ ഇന്ന് സന്ധ്യാസമയം ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ആരാധനാലയങ്ങൾ ആരാധനയുടെ ശബ്ദം ഉയരുമ്പോൾ, ആരാധനയുടെ ധൂപകലശ മുകളിലേക്ക് ഉയരുമ്പോൾ, അന്ന് മാത്രമല്ല ഇന്നും അതേ ശക്തിന വേഗം താഴേക്ക് ഇറങ്ങി വന്ന് ഈ ആലയം ദൈവ തേജസ്സിനാൽ നിറയപ്പെടുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവ തേജസ് കൊണ്ട് ഈ നമ്മുടെ ആലയം നിറയപ്പെടുവാൻ നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് അതിനുവേണ്ടി നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടൈറ്റസ് ജോൺസൺ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വരും, മുമ്പോട്ട് കടന്നു വരുമ്പോൾ കർത്തദാസനെ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ ഈ സഭയിലേക്ക് സ്വാഗതം. കർത്തദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിന്റെ ദാസൻ സങ്കീർത്തനം വായിച്ച് ശുശ്രൂഷ ഇവിടെ ചെയ്യുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടി തന്നെയായിരിക്കുക. വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മധ്യേ നടക്കുവാൻ ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ ശുശ്രൂഷ കർത്താവിന്റെ ഹിതം പോലെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, നാം കേട്ടിട്ടില്ലാത്ത ഒരു വലിയ ആത്മീയ അനുഗ്രഹം പ്രാപിക്കുന്ന ദിനങ്ങളായി തീരുവാൻ കർത്താവ് അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷിപ്പ് സെന്റർ IPC സഭയുടെയും വർഷിപ്പ് സെന്ററിന്റെയും ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ വിൽസൺ ജോസഫ് കുടുംബം, പാസ്റ്റർ റോയ് ജോർജ് കുടുംബം, ദൈവസഭയുടെ കൗൺസിൽ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ സഭ അംഗങ്ങളായിരിക്കുന്ന ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ അതിഥികളായിരിക്കുന്ന പാസ്റ്റർ കുരുവിള, പാസ്റ്റർ അലക്സ് ജോൺ എന്നീ ദേവദാസന്മാരെയും എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. മുഖവരുടെ പറഞ്ഞ സമയം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ നാമം നമ്മുടെ നിലവിൽ ഇന്ന് ഉയർത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് 26-ാം സങ്കീർത്തനം, സാം നമ്പർ 26, 26-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മറക്കാം. സാം നമ്പർ 26, 26-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മറക്കാം. വേദപുസ്തകം കൊണ്ടുവരെല്ലാവരും ദൈവജനത്തിലേക്ക് ശ്രദ്ധിക്കാം. നമുക്ക് പൂർണ്ണ തീരുമാനമായി വീട്ടിൽ വന്നുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ പുതുക്കുന്ന അനുഭവമായി ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ സ്തുതിക്കുക. ഇന്നെനിക്കുള്ള ഈ ശബ്ദം നാളെ എനിക്കുണ്ടോ എന്നറിയത്തില്ല. ഇന്നെനിക്കുള്ള ഈ ആരോഗ്യം നാളെ ഉണ്ടോ എന്നറിയത്തില്ല. ഇന്ന് ഞാൻ എന്റെ സ്വന്തം കാലിൽ ഊന്നൽ കൊടുത്ത് ഈ ആലയത്തിൽ കയറി വരുവാൻ ദൈവത്തെ പ്രാപ്തരാക്കി. കർത്താവേ, നീ എനിക്ക് തരുന്ന സമയങ്ങൾ എത്രയോ നീ അറിയുന്നില്ല എന്നാൽ ഞാനോ എന്റെ നിഷ്കളങ്കതയും മറയ്ക്കും സഭകളിൽ യഹോവയെ വാഴ്ത്തുമെന്ന് ഭക്തൻ മരിച്ചു പറയുന്നത് പോലെ ഇന്ന് നമുക്ക് ചേർന്നയോട് പറയാം. കർത്താവേ, ഞാൻ സഭകളിൽ നിന്നെ വാഴ്ത്തും എന്ന് ചേർന്ന് പറഞ്ഞാൽ യഹോവേ, ഞാൻ സഭകളിൽ നിന്നെ വാഴ്ത്തും, ഞാൻ സഭകളിൽ നിന്നെ വാഴ്ത്തും, വിശുദ്ധന്മാരുടെ സംഘത്തിൽ നിന്നെ വാഴ്ത്തും, അത്യുശുദ്ധം നിന്നെ വാഴ്ത്തും, എനിക്ക് തന്ന ആരോഗ്യത്തോടെ ഞാൻ നിന്നെ വാഴ്ത്തും, എനിക്ക് തന്ന കൃപയോടെ ഞാൻ നിന്നെ വാഴ്ത്തും, എനിക്ക് തന്ന അഭിഷേകത്തോടെ ഇന്നയാത്രം ഞാൻ നിന്നെ വാഴ്ത്തുന്നുവെന്ന് എത്ര പേർക്ക് ദൈവത്തോട് പറയാൻ കഴിയും? ഒരിക്കൽ കൂടെ എല്ലാവരും ഉച്ചത്തിൽ എല്ലാ ബഹുമാനവും കുവശ്യമാരാധനയും സ്തുതിയും ബലവും യോഗ്യതയും അങ്ങേക്ക് മാത്രമുള്ളതാകുക. ഇന്ന് രാത്രികളൊക്കെ സ്തുതിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് പുറകിൽ സഹസ്രാബ്ദങ്ങൾക്ക് പിന്നിൽ ഭക്തന്മാർ അനുഭവിച്ച അതേ ദൈവസ്ഥാനത്തിൽ ഈ സങ്കീർത്തന ഭാഗങ്ങളിലൂടെ ഞങ്ങൾ ഇന്നും അനുഭവിക്കുന്നു. ഇത് ജീവനുള്ളതും നിലനിൽക്കുന്നതും അല്ലെങ്കിൽ കടാസുറായ ദൈവവചനമാകിയാൽ ഈ വചനത്തിന്റെ ശക്തി ദിവസങ്ങളിൽ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ അറിവിൽ വ്യാപരിച്ചതുപോലെ ഞങ്ങൾക്ക് സൗഖ്യമായി തീർന്നതുപോലെ ഇന്നും ഞങ്ങൾ വിടുതലാത്തിനെ തീർക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. നമ്മൾ സങ്കീർത്തനത്തിന് നമ്മെ ഒരു വിഷയങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന്റെ വിശുദ്ധ നാമം വീണ്ടും ഈ രാത്രി വാഴ്ത്തപ്പെടട്ടെ, ഈ സായന്തരം വാഴ്ത്തപ്പെടട്ടെ. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ദൈവം നിയോഗിച്ച് ഏൽപ്പിക്കുന്ന ദൈവിക ശുശ്രൂഷകൾ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വമായി മാത്രം തീരുന്നതിന് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെയുള്ള ദൈവവചന പാഠശാലയുടെ പ്രവർത്തനങ്ങളിൽ
യാദൃച്ഛികമായിട്ടാണെങ്കിലും തുടങ്ങിയ സമയം മുതൽ, അതിന്റെ ആരംഭം മുതൽ പ്രവർത്തിപ്പാൻ അവസരം തന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഒരുമിച്ച് അവരുടെ ഒരു അധ്യാപകൻ എന്ന് പറയാനുള്ള യോഗ്യതയില്ലെങ്കിൽ ഒരുമിച്ച് ദൈവവചനം ഞങ്ങൾക്ക് വിചിന്തനം ചെയ്യാൻ ദൈവം ധാരാളം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കർത്താവ് വേണ്ടി പ്രയോജനപ്പെടുന്നത് മാത്രമല്ല, പേരെടുത്ത് പറഞ്ഞ് സമയം വളരെ വേണ്ടി വരും. എന്നാൽ കർത്താവിന്റെ പേര് ഇന്നലകളിൽ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയോജനപ്പെട്ട കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്ന ഭക്തന്മാരുടെ ഒരു സമൂഹം എന്നോടൊപ്പം ഈ രാത്രി ആയിരിക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തന പ്രബോധനം എന്നുള്ള ഉത്തരവാദിത്വമാണല്ലോ ഇന്ന് രാത്രി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 26-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നു ദാവീദിന്റെ സങ്കീർത്തനം. സങ്കീർത്തനത്തെ കുറിച്ച് അധികം വിശദീകരിക്കാൻ ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നില്ല. പ്രസംഗ ശാസ്ത്രത്തിൽ നിന്ന് അല്പം ഒന്ന് വ്യതിചലിച്ച് 2 ആഴ്ച മുമ്പ് ഇങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആദ്യം കിട്ടുന്ന അവസരത്തിൽ എന്താണ് ജനത്തോട് പറയണമെന്നോ ആ സമയത്ത് കൃത്യമായി ദൈവം എന്റെ ഉള്ളിലേക്ക് പ്രകാശിപ്പിച്ച ഒരു ദൈവവചന ഭാഗത്തിന്റെ അല്പമായ വിചിന്തനം നൽകിയിട്ട് ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തന വിഭജനം അല്പം കുറയ്ക്കുകയാണ്. ഇവിടെ ആവർത്തിച്ച് 26-ാം സങ്കീർത്തനത്തിൽ കാണുന്ന ഒരു പദപ്രയോഗമാണ് നിഷ്കളങ്കത. നിഷ്കളങ്കത എന്ന് മലയാളത്തിൽ കാണുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ എല്ലാ ബൈബിളിലും ഒരുപോലെ ആകണമെന്നില്ല എങ്കിൽ തന്നെ മൂലാർത്ഥത്തിലേക്ക് നമ്മൾ ശ്രദ്ധ എഴുതിയിരിക്കുന്ന വാക്ക് ഇന്റഗ്രിറ്റി എന്ന വാക്കാണ്. ഇന്റഗ്രിറ്റി എന്ന വാക്കിന് തത്തുല്യമായ ഒരു മലയാള പ്രയോഗം കണ്ടെത്തുക വളരെ വിഷമകരമാണ്. ഉത്കൃഷ്ടത എന്ന പദം വേണമെങ്കിൽ നമുക്ക് അതിനെ കൊടുക്കാം, മലയാളികളിച്ച് കൊടുക്കാൻ കഴിയും. ഇന്റഗ്രിറ്റി എന്ന വാക്കുകൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിഷ്കളങ്കത എന്ന പൂർവ്വപിതാക്കന്മാർ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയപ്പോൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തിയ സമയത്ത് നിഷ്കളങ്കത എന്ന പദമാണ് 26-ാം സങ്കീർത്തനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 1-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ദയനീയ വചനം ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ അവസരം കിട്ടുമ്പോൾ ചേർന്ന് പറഞ്ഞോണം. അതൊരു പക്ഷെങ്കിൽ നാം അറിയാത്ത ഒരു വിടുതൽ നമ്മുടെ ഉള്ളിലോ നമ്മുടെ ഭവനത്തിലോ നമ്മുടെ ജീവിതത്തിന്റെ വഴികളിലോ. ഞാനൊരു കാര്യം നിങ്ങളോട് രാത്രി പറയാം, ആരുടെയും ഫലപ്രാപ്തി കൊണ്ടല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടാണ് നാം വിടുതൽ പ്രാപിക്കുന്നത്. വൈസ്തവോ, അതുകൊണ്ട് ഈ കയ്യിലിരിക്കുന്നത് വിടുതലിന്റെ വചനമാണ്, ജീവന്റെ വചനമാണ്. ഒരു പ്രാവശ്യം വചനം ആവർത്തിച്ച് പറയാൻ ദൈവം ഒരു അവസരം തന്നാൽ ശക്തമായിട്ട് ചേർന്ന് പറഞ്ഞോണം, അതിനകത്ത് വിടുതലുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. രോഗ വൈദ്യന്മാർക്ക് ഒരുപക്ഷെങ്കിൽ ശരീരത്തെ ചികിത്സിക്കാൻ കഴിയും, മനഃശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിനെ തൊഴാൻ കഴിയും. എന്നാൽ ആത്മാവിനെ അല്ലെങ്കിൽ സ്തോത്രം ചികിത്സിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തികളും ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ദൈവദാസന്മാർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന് ലഭ്യമാകുന്നവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. എത്ര വലിയ ലോകം അറിയപ്പെടുന്ന അഭിഷിക്തരാണെങ്കിലും, എത്ര ചെറിയ എന്നെ പോലുള്ള വ്യക്തികളാണെങ്കിലും, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, അത് വ്യക്തിഗത വലിപ്പച്ചെറുപ്പം കൊണ്ടല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിലൂടെയോ എന്നിലൂടെയോ പ്രവർത്തിക്കാൻ ദൈവത്തിനൊരു ചാൻസ് കിട്ടിയാൽ ഈ രാത്രിയിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് ഉറപ്പുള്ള ദൈവത്തെ സ്തുതിക്കാത്ത ദൈവം നമ്മിൽ ആവശ്യപ്പെടുന്നത് നിഷ്കളങ്കത. എന്താണ് ഇന്റഗ്രിറ്റി എന്നുള്ളതിന്റെ പച്ചയായ വിഭജിക്കപ്പെട്ട അർത്ഥം? ഇങ്ങനെ ഞാൻ പറയുകയാണ്, വിഭജിക്കപ്പെടാനാവാത്തത് എന്ന് പറഞ്ഞാൽ ആർക്കും വിഭജിക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ശാസ്ത്രം പല പ്രവൃത്തികളും അതിലൂടെ പുറത്തു കൊണ്ടുവന്ന് കാണാൻ കഴിയും. പിന്നെ അതിനെ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, രണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥ. ഈ അർത്ഥമാണ് ഈ ഇന്റഗ്രിറ്റി നിഷ്കളങ്കത എന്നുള്ളത് കൊണ്ട് സങ്കീർത്തനക്കാരൻ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. നിഷ്കളങ്കത വിഭജിക്കപ്പെടാനാവാത്തത്, അല്ലെങ്കിൽ പൂർണ്ണമായത്, അല്ലെങ്കിൽ നാമൊക്കെ പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ ദീർഘകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കാണെങ്കിൽ ഏകാഗ്രത. ഏകാഗ്രത എന്ന് നമ്മൾ ഓടിച്ച് പറഞ്ഞു പോകുമ്പോൾ അതിലിങ്ങനെ പറയാം, ഏകാഗ്രത, ഒരേ ശീർഷം, ഒറ്റ ഒരു ശീർഷം, രണ്ടാമതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കർത്താവേ ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്ന് പറഞ്ഞാൽ നിന്നോടുള്ള എന്റെ സ്നേഹത്തിൽ നിന്ന്
നിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറഞ്ഞ സമർപ്പണത്തിൽ നിന്ന്, നിനക്കായി എന്റെ ജീവിതം അർപ്പിച്ചതിൽ നിന്ന് ലോകത്തിലുള്ള സ്ഥാനമാനങ്ങൾക്കോ ലോകത്തിലുള്ള ബന്ധങ്ങൾക്കോ അതിനേക്കാൾ ഉന്നതമെന്ന് ഒരു നിമിഷം നൈമിഷികമായി തോന്നിപ്പോകാവുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്കോ ഒരു സാഹചര്യങ്ങളിലേക്കോ ഉയർച്ചയിലേക്കോ താഴ്ചയിലേക്കോ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഹല്ലേലൂയ, സ്തോത്രം. നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഉയരത്തിനോ ആഴത്തിനോ വരുമാനമുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും പിടിച്ച് അപഹരിച്ചു കളയുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ഒരു ബന്ധം ഞാൻ നീയുമായി പുലർത്തും എന്നാണ് സങ്കീർത്തനക്കാരനോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രിക്കാരൻ പറയട്ടെ, ദാവീദിന്റെ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങുകയാണ് 26-ാം സങ്കീർത്തനത്തിൽ പറയുകയാണോ, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ പറഞ്ഞിങ്ങനെ നിർത്തുവാൻ ആ ഭാഗം മുഴുവൻ ആഗ്രഹിക്കുന്നത്. 11-ാം വാക്യത്തിൽ നാളെ ഞാൻ ആരായിരിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം നിർത്തുന്നത്, ഞാനോ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും. ഐ വിൽ ബി, ഞാൻ ആയിരിക്കും. ഞാൻ ഇപ്പമാണ്, ഞാൻ ഇനി ആയിരിക്കും. ഇനി ഇന്നലെ ഞാൻ ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. 25-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, 25-ന്റെ വാക്യം എടുത്ത് വായിപ്പിക്കാതെ ഞാൻ സമയ പരിമിതിക്കേണ്ടത് വേഗത്തിൽ മുമ്പോട്ട് പോകുക. 25-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ, തന്നെ സൂക്ഷിക്കുന്ന, തന്നെ സംരക്ഷിക്കുന്ന, തന്നെ തന്റെ ജീവിതോദ്ദേശത്തിന്റെ പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ശക്തിയായി ഇന്നലകളിൽ നിഷ്കളങ്കതയും നേരും എന്റെ കൂടെ ഉണ്ടായിരുന്നു. 26-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, ഇന്ന് ഞാൻ നിഷ്കളങ്കതയിൽ നടക്കുന്നു. അടുത്തത് അവസാന വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്, ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വന്നാലും, വായിച്ച് വിശദീകരിക്കാൻ ഒത്തിരി സാഹചര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ഏതെല്ലാം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വന്നാലും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന്, നിന്നോടുള്ള ഏകാഗ്രതയിൽ നിന്ന്, നിന്നെ കുറിച്ചുള്ള എന്റെ ബന്ധത്തിൽ നിന്ന് വേറൊന്നിലേക്കും വേർവെടുക്കുവാൻ കഴിയാത്ത, വിഭജിക്കാൻ കഴിയാത്ത, മാറ്റിയെടുക്കുവാൻ കഴിയാത്ത ഒരഭേദ്യമായ ബന്ധം എന്റെ ജീവിതാന്ത്യം വരെ നിലനിർത്താൻ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു സമർപ്പണത്തോടെ നിൽക്കുന്ന ഭക്തന്റെ കാര്യങ്ങളെ ഹല്ലേലൂയ സ്തോത്രം സ്തുതിക്കുന്നവരുടെ നടുവിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിഷ്കളങ്കതയാൽ പരിപാലിക്കപ്പെട്ട, നിഷ്കളങ്കതയിൽ ഇന്ന് നടക്കുന്നത് ഉറപ്പുവരുത്തി നാളെയും ഞാൻ നിഷ്കളങ്കതയിൽ നടക്കുമെന്ന് ദൈവത്തിന്റെ ഉച്ചസ്ഥലം വിളിച്ചു പറയുന്ന ഭക്തനെ നാളുകളിൽ അവന്റെ നാവ് സ്തുതിയുടെ തോരാത്ത അഭിഷേകമായി മാറ്റുവാൻ കഴിവുള്ള, അനുഭവങ്ങളെ നൽകുവാൻ കഴിവുള്ള ഒരത്യുന്നതനായ ദൈവമാണ് ഈ രാത്രി നാം സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരുപക്ഷെ ഇന്ന് വേദനകൾ ഉണ്ടാകാം, പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും മറികടക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഇന്നും ജീവിതത്തിൽ തട്ടിത്തട്ടി നിൽക്കുന്നുണ്ടാകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ 26-ാം അധ്യായം ഇങ്ങനെ അവസാനിക്കട്ടെ. കർത്താവേ, ഞാൻ സഭകളിൽ നിന്നെ വാഴ്ത്തും, നിന്റെ വിടുതലുകളെ ഞാൻ ഘോഷിക്കും. സഭയിൽ ഒരു പ്രാവശ്യം വാഴ്ത്തുമെന്നല്ല, സഭകളിൽ ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്നെ ഘോഷിക്കും, നിന്റെ നാമത്തെ ഞാൻ ഉയർത്തും. അത്രയും പറഞ്ഞ് ഞാൻ സങ്കീർത്തന ഭാഗം വിടുകയാണ്. ആദ്യമായിട്ട് വിശ്വാസത്തിന്റെ പിതാവെന്ന പേരിന് അർഹനാകത്തക്കവണ്ണം പ്രൈസ്തലോ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ പ്രൈസ്തലോ ചങ്കൂറ്റത്തോടെ ഇറങ്ങി തിരിച്ച വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനെ കുറിച്ച് 1, 2, 3 പോയിന്റുകൾ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ എന്റെ ചിന്തകൾ അവസാനിപ്പിക്കാം. 75-ാം വയസ്സിൽ വാക്തത്വം പ്രാപിച്ചെങ്കിൽ എന്റെ വേദ പഠന ചിന്തയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 76-ാം വയസ്സിൽ അതിന്റെ നിവൃത്തി പ്രാപിക്കണമെന്ന്. എന്നാൽ ഇടക്കാലളവിൽ 100 വയസ്സിനുള്ളിൽ അദ്ദേഹം 100-ാമത്തെ വയസ്സിൽ ആ വാക്തത്വമൂർത്തി പ്രാപിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഏകാഗ്രതയിൽ നിന്ന്, ഞാൻ നിഷ്കളങ്കതയിൽ നിന്ന് എന്നുള്ള വാക്കിന് ആ വേദപുസ്തകത്തിലെ ഒരു വ്യാഖ്യാനിത അർത്ഥം എന്നുള്ള നിലയിൽ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. ജീവിതത്തിന്റെ വഴികളിൽ ഈ ഏകാഗ്രതയിൽ നിന്ന്, ഈ നിഷ്കളങ്കതയിൽ നിന്ന് വ്യതിചലിച്ച ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മഹാകരുണയും ദീർഘക്ഷമയും എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഭക്തന്മാരുടെ ജീവചരിത്രം.
വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഭക്തന്മാരുടെ ജീവചരിത്രം. ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് ഈ പുസ്തകത്തിന് മാത്രം സത്യവേദ പുസ്തകം എന്ന പേരുണ്ടായി? ഇന്ന് ആരെങ്കിലും ഒരു ബയോഗ്രഫി എഴുതാൻ എഴുതിയ ടൈറ്റസ് പാസ്റ്ററുടെ ജീവചരിത്രം ആരെങ്കിലും ഇന്ന് എഴുതാൻ തീരുമാനിച്ച് ഒരാൾ എഴുതാൻ അങ്ങോട്ട് തുടങ്ങിയാൽ എന്റെ ജീവിതത്തിൽ വന്ന ഷോർട്ട് കമ്മിങ്, കുറവുകൾ, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ബോധപൂർവം ആർക്കും പിടികിട്ടാത്തൊരു ഭാഷയിൽ ഒരു വരിയിൽ അതിനകത്ത് ചേർത്തെങ്കിലായി കഴിവുള്ളത്തോളം അത് ഒഴിവാക്കാൻ നോക്കും. ഒഴിവാക്കിയിട്ട് എന്റെ ക്ലീൻ പിക്ചർ മാത്രം രേഖപ്പെടുത്താനേ അല്ലെങ്കിൽ സ്തോത്രം അത് എഴുതാൻ തുടങ്ങുന്നയാൾ ശ്രമിക്കത്തുള്ളൂ. എന്നാൽ എന്തുകൊണ്ട് ഈ പുസ്തകത്തിന് വേദപുസ്തകം എന്ന പേരുണ്ടായെന്ന് പഴക്കച്ചൊരു ഭക്തൻ പറയുന്നത് ഞാൻ എന്റെ കാതുകളിൽ കേട്ടത് ഇന്നുള്ള പോലെ ഓർക്കുന്നു. ജീവിതത്തിന്റെ അപ്പുറവും ഇപ്പുറവും, വെളിച്ചവും ഇരുളും, സത്യവും മിഥ്യയും, ജീവിത വഴികൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് അതിനകത്ത് വന്ന എല്ലാ അനുഭവങ്ങളെയും പച്ചയായിട്ട് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ട് ഇങ്ങനെ പോയാൽ നിത്യത ലഭ്യമാകുമെന്നും ഇന്നിന്ന വഴികളിൽ അവർ സൂക്ഷിക്കാത്തത് കൊണ്ട് അവർക്കിങ്ങനെ സംഭവിച്ചു എന്നും നാം സൂക്ഷിച്ചാൽ നമുക്കതിനെ ഒഴിഞ്ഞു പോകാമെന്നും വ്യക്തമാകത്തക്ക നിലയിൽ വിശ്വാസികളുടെ പിതാവെന്നുള്ള പേരിന് അവകാശിയായി തീർന്നെങ്കിൽ പോലും അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ ഏകാഗ്രതയിൽ നിന്നും വ്യതിരിച്ചു പോയ എല്ലാ സന്ദർഭങ്ങളെയും വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മനുഷ്യകുലത്തിന്റെ ചരിത്രം വേദപുസ്തകത്തിൽ ആരംഭിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പരിപാടിയുടെ ആരംഭം നന്നായാൽ അത് മൊത്തം നന്നായിരിക്കുമെന്നൊരു ഒരു വാക്കുണ്ട്. വെൽ ബിഗൺ ഇറ്റ് ഹാസ് ഡൺ എന്ന് പറഞ്ഞു. പകുതി തീർന്നതിന് തുല്യമാണ് എല്ലാം നല്ലൊരു തുടക്കമാണെങ്കിൽ. എന്നാൽ വേദപുസ്തകം തുടങ്ങുന്നത് തന്നെ പരാജയത്തിന്റെ ചരിത്രം എടുത്തി കാണിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ വാക്യം കഴിഞ്ഞ് രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് തകർച്ചയുടെ ചരിത്രമാണ്, പാഴായിരിക്കുന്ന ചരിത്രമാണ്, ശൂന്യമായിരിക്കുന്ന ചരിത്രമാണ്, ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയ ചരിത്രമാണ്. ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടോ ആ ഉദ്ദേശത്തിൽ നിന്ന് ഈ ഭൂമി വ്യതിചലിച്ചു പോയ ചരിത്രമാണ് എഴുതിയിരിക്കുന്നതെങ്കിലും എന്റെ പിതാവിന്റെ മഹാകരുണയെ ഓർത്ത് ഞാൻ സ്തുതിക്കുക. അതിനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് മറ്റൊരു ഭൂമിയെ സൃഷ്ടിക്കാൻ കഴിവില്ലാത്തൊരു പിതാവല്ല എന്റെ പിതാവ്. എന്നാൽ അവൻ അങ്ങനെ ചെയ്തില്ല. ആ ഭൂമിയെ വീണ്ടും പണിതെടുത്ത് രൂപപ്പെടുത്തിയെടുത്ത് തന്നിലേക്ക് ഏകാഗ്രതയിലേക്ക് ഉപയോഗയോഗ്യതയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നഷ്ടപ്പെട്ടതിനെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. അങ്ങനെയാണെങ്കിൽ നമ്മി പറഞ്ഞിവിടെ കാണത്തില്ലായിരുന്നു. എന്നാൽ നഷ്ടപ്പെട്ടതിനെ തള്ളിക്കളയല്ല, ഞാൻ ഉൾപ്പെടെ നമ്മുടെ കുറവുകളെ കണ്ട് അതിനെ ഓർപ്പിച്ച് അതിനെ മനസ്സിലാക്കി അതിനെ തീർക്കാനുള്ള മാർഗം എനിക്ക് പറഞ്ഞു തന്നു ദൈവഹിതത്തിനകത്തേക്ക് എന്നെ മടക്കിക്കൊണ്ടുവന്നു. വല്ലവരെയും എന്നെ നിശ്ചിതമായ അവകാശത്തെ തീർത്താൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരടിമപ്പിതാവിന്റെ ദൃശ്യം ഇന്ന് രാത്രി ഞാൻ കാണുന്നു. എന്നോടൊപ്പം അത് കാണുന്നവർക്കോ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും നഷ്ടപ്പെട്ടതിനെ തള്ളിക്കളയാൻ, പ്രത്യേകിച്ച് നാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലം യൂസ് ആൻഡ് ത്രോയ കൊള്ളാനും ഉപയോഗിക്കാൻ ഇല്ലെങ്കിൽ ഇത് ഉലക്കളയുക. ഈ ഒരു ചരിത്രം, ഈ ഒരു കാലത്തിലേക്ക് ആഗോള സംസ്കാരം വന്നിരിക്കില്ല. എന്നാൽ അതിന്റെ നടുവിൽ അങ്ങനെ തള്ളിക്കളയാൻ നല്ല സ്വർഗീയ പിതാവ് വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നഷ്ടപ്പെട്ടതിനെ, ഉപയോഗരഹിതമായതിനെ, ശൂന്യമായതിനെ, ലക്ഷ്യം വിട്ടുപോയതിനെ, ഏകാഗ്രത വിട്ടുപോയതിനെ, നിഷ്കാരണ വിട്ടുപോയതിനെ മടക്കി കൊടുത്തത് അന്ന് ഒറ്റ വാക്ക് കർത്താവ് പറഞ്ഞിതാ. ദൈവം 99 വയസ്സ് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു. ഞാൻ വാഴ്ത്തത് നമ്മുടെ ഭാഷത്തിൽ, ഞാൻ എന്റെ ഭാഷയിലും പറയാം. 75 വരെ ഞാൻ വാഴ്ത്തത് തന്നു. ഇന്നും എനിക്ക് നിവർത്തിക്കണമെന്നുണ്ട്. ഇത്ര വാക്ക് എന്നെ അതിനകത്ത് വളരെ ശക്തമായി നീ എന്റെ മുമ്പാകെ നടന്ന ആരെങ്കിലും ആ ഭാഗം ഓർക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളനായിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പാപമൊന്നും ഇല്ലാത്ത ഒരു ശിക്ഷനായിട്ടില്ല. അങ്ങനെയുള്ളവരെ വേദപുസ്തകം വിളിക്കുന്ന പരീക്ഷനാണ്. ഈ നഷ്ടപ്പെട്ട ഭൂമിയിൽ, ഈ വീഴ്ച വന്ന ഭൂമിയിൽ, ഈ പരാജയപ്പെട്ട ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം താമസത്തിനുള്ള സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ആ അവസ്ഥയിൽ നമ്മെ നേർവഴി കാണിക്കാൻ പിതാവ് വന്നു, പുത്രൻ വന്നു, പരിശുദ്ധാത്മാവ് വന്നു. ഇവർ 3 ആളത്വങ്ങളായിട്ട് അവരുടെ സകല കൃപകളോടും
സകല സാധ്യതകളോടെന്ന വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യം തോന്നുന്നു. സകല സാധ്യതകളോട് നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലിനെയും ചുറ്റിപ്പറ്റി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിൽക്കുകയാണ്. സർവശക്തനായ പിതാവും സർവരക്ഷകനായ കർത്താവും സർവ അല്ലെങ്കിൽ വ്യാപിയായിരിക്കുന്ന അല്ലെങ്കിൽ സർവകൃപയോടും കൂടെ നമ്മെ മടക്കിക്കൊണ്ടുവരാൻ പുനഃസൃഷ്ടി ചെയ്യാൻ കഴിയുന്ന പരിശുദ്ധാത്മാവും. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനെ ഓർപ്പിച്ചത് ഞാനും നിങ്ങളും നാം ഒരുമിച്ച് കൈകൊടുക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മെ ചിലതിലേക്ക് ദൈവം മടക്കിക്കൊണ്ടിരിക്കുക. ചിലതിനായി ദൈവം കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുക. ചില ദൈവപ്രവൃത്തികൾക്കായി നമ്മെ എഴുന്നേൽപ്പിക്കാൻ പോകുക. നമ്മെ കഴിഞ്ഞ നാളുകളിൽ വ്യാപരിച്ചതും നാം പ്രാർത്ഥിച്ചു വാങ്ങിച്ചതും നമ്മുടെ മേൽ ഫലമേൽപ്പിക്കപ്പെട്ടതുമായ ദൈവിക നിയോഗങ്ങളിലേക്കും ശുശ്രൂഷകളിലേക്കും ദൈവം നമ്മെ കരം പിടിച്ചുയർത്തുക. തള്ളിക്കളയാനല്ല, നശിപ്പിക്കാനല്ല, ഉൾപ്പോലെ പോലെ ഭൂമിയെ തട്ടി ദൂരം കളയാൻ കഴിവുള്ള ദൈവമാണ്. അതിനേക്കാൾ എത്രയോ വലിപ്പമുള്ള നൂറുകണക്കിന് കോടിക്കണക്കിന് ഗോളങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തിരിയുന്നു. ആ ഗോളങ്ങളുടെ മേലെല്ലാം അതിന്റെ രൂപവും ഭാവവും അതിന്റെ ഘടനയും അതിന്റെ വലിപ്പച്ചെറുപ്പങ്ങളും വ്യക്തമായി തന്റെ മനസ്സിനകത്ത് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന സ്വർഗീയ പിതാവ് ഈ ചെറിയ ഗോളമായ ഭൂമിയെ രൂപപ്പെടുത്തിയെടുത്തെങ്കിൽ പൊതുവായ നിന്നെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്റെ ഉദ്ദേശത്തിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരിക എന്നുള്ള ദൂരാണ് ദൈവത്താവ് നമ്മളോട് വിളിച്ചു പറയുന്നത്. അബ്രഹാമിനോട് പറഞ്ഞു, നീ എന്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കുക. എന്താ ഈ നിഷ്കളങ്കനായിരിക്കുക, എന്റെ മുമ്പാകെ നടക്കുക എന്ന് പറഞ്ഞതിന്റെ വിഭജിക്കപ്പെടാനാവാത്ത എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിനുള്ളൊരു ഓണർഷിപ്പല്ല, ഞാനും നീയും മാത്രമായിട്ടുള്ളൊരു ബന്ധം. അതിൽ നിന്ന് എവിടെയൊക്കെയോ നീ വ്യതിചലിച്ചു. കനാൻ ദേശത്ത് നിന്ന് വീണ്ടും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്ഷാമം ഉണ്ടായി. ദൈവം വാഗ്ദത്തം തന്ന് വിളിച്ചിറക്കിയ വഴിയിൽ നിന്നുണ്ടാകും, ക്ഷാമം ഉണ്ടാകും എന്നുള്ള പോസിബിലിറ്റി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഉണ്ടാകും. നമ്മൾ ഈ അവസ്ഥോപദേശങ്ങൾക്കാണ് ചെല്ലുപെടരുത്. ദൈവം വാഗ്ദത്തം നൽകി കനാൻ ദേശത്തേക്ക് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന യാത്രയിൽ നിന്നുണ്ടാകാം, ക്ഷാമം ഉണ്ടാകാം. പക്ഷെ ശ്രദ്ധിക്കണം, ഒരു നിമിഷം ശ്രദ്ധിച്ച് സ്വപ്നം. ഈ ക്ഷാമം ഉണ്ടാകുമ്പോൾ മിസ്രൈമിലേക്ക് പോയി ക്ഷാമകാലത്ത് രക്ഷപ്പെടാമെന്ന് സ്വയം തീരുമാനിക്കരുത്. വിളിച്ചവനോട് ചോദിക്കണം, നീ വിളിച്ചിറക്കിയ വഴിയിൽ ക്ഷാമമുണ്ടായി, ഇവിടെ ഞാൻ എന്ത് തിരഞ്ഞെടുപ്പ് നടക്കണമെന്ന് ചോദിച്ചാൽ ആകാശത്തിന്റെ കിഴിവാതിൽ തുറന്ന് പശ്ചിരാജ്യങ്ങളുടെ തലയ്ക്ക് മീതെ ഇട്ടുതരാൻ കഴിവുകൾ പറയുക, എന്റെ ഉദ്ദേശത്തിലേക്ക് മാത്രം നീ ലക്ഷ്യമെടുക്കുക. 3 സന്ദേശങ്ങൾ ദൈവത്തെ ഓർപ്പിച്ചത് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. 3 സന്ദേശങ്ങൾ ദൈവത്തെ ഓർപ്പിച്ചത് ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്താം. 1, ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആ ലക്ഷ്യത്തിലേക്ക് മടങ്ങി വരാൻ തിരികെ വിളിക്കുക. ഹാരാനെ പറക്കുമ്പോൾ പിതാവ് മരിച്ച് ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ യാത്ര മുമ്പോട്ട് പോകാൻ പറയുമ്പോൾ ആവശ്യങ്ങളെ ഓർപ്പിക്കുമ്പോൾ 2ാം വിളി. 1ാം വിളി ഉൽപ്പത്തി പുസ്തകത്തിലില്ല. മെസൊപ്പൊത്താമ്യയിൽ എന്ന പട്ടണത്തിൽ ഇരിക്കുമ്പോൾ ദൈവം വിളിച്ചു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലുണ്ട്. പല ഒറ്റ പ്രസംഗം പ്രസംഗിച്ചുള്ളെങ്കിലും അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ പറഞ്ഞ് നമ്മുടെ പിതാവായ അബ്രഹാം കൽദയരുടെ പട്ടണമായ ഊരിൽ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത് അവിടെ ഒന്ന് യാത്ര ചെയ്ത് വന്ന വഴിയിൽ ഇടയ്ക്ക് തങ്ങി. അവിടെ തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന 2ാമത്തെ ദൈവിക സന്ദർശനമാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത്. 1ാമത്തെ ദൈവിക സന്ദർശനം ഊരെന്ന പട്ടണത്തിൽ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിനകത്ത് നല്ല ഒരു ജീവിത ശൈലിയും സംസ്കാരവും ഭയരഹിതമായ അനുഭവങ്ങളുമായി തുടരുന്ന സന്ദർഭത്തിൽ എല്ലാം സുരക്ഷിതമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ 1ാമത്തെ പോയിന്റ് ദൈവത്തെ ഓർപ്പിക്കുന്നത് ഒരു പക്ഷങ്ങളിൽ വാഗ്ദത്തത്തിലേക്കുള്ള ദൈവിക വിളിക്ക് പിന്നിൽ ഒരു അരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള വിളി ഉണ്ടാകാം. എത്ര പേര് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. സ്വന്തം സംസ്കാരം, സ്വന്തം കുടുംബബന്ധങ്ങൾ, അപ്പന്റെ ചേട്ടൻ ഇപ്പുറത്തെ ചേട്ടന്റെ പോൽ, അപ്പുറത്തെ
ദാനിയേലിന്റെ പോലെ ഒപ്പം അമ്മയുടെ കുടുംബക്കാര് എല്ലാവരും കൂടി ഇങ്ങനെ നല്ല സന്തോഷകരമായി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നാൽ ആരാ എന്ന് ചോദിച്ചാൽ എന്താ എന്ന് ചോദിക്കത്തക്കവണ്ണം 4 പേര് കൂടെ ഉള്ള സെറ്റപ്പിൽ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം വിളിക്കുന്നത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പുറപ്പെടാൻ നീ തയ്യാറാണോ? അത് അരക്ഷിതത്വത്തിലേക്കുള്ള വലിയ മാനുഷികമായി നോക്കിയാൽ, എന്നാൽ സുരക്ഷിതത്വത്തിൽ നിന്ന് അരക്ഷിതത്വത്തിലേക്ക് മാനുഷിക ബുദ്ധിക്കകത്ത് മനുഷ്യന് വിചാരിക്കും ഇതിനേക്കാൾ വലിയൊരു പരാജയമുണ്ടോ? എന്നാൽ വിളി നൽകുന്ന ദൈവം, വെളിപ്പാട് അകത്ത് പകരുന്ന ദൈവം, അകത്ത് ദർശനം പകരുന്ന ദൈവം, നിന്റെ അകത്ത് ഒരു രൂപരേഖ നിന്റെ ജീവിതത്തെ കുറിച്ച് വരച്ച് വെച്ചോണ്ടാണ് നിന്റെ ജനലിലേക്ക് പുറപ്പെടാൻ ഇന്ന് രാത്രി ദൈവം വിളിക്കുന്നത്. വഹിച്ചോ മനസ്സിലാകുന്ന ഒരു കാര്യം ദൈവത്തെ സ്തുതിക്കുക. ചുറ്റുപാടുമുള്ളവർ നോക്കിയാൽ അരക്ഷിതത്വത്തിലേക്കുള്ള വിളിയ. എല്ലാം നന്നായിട്ട് ഒപ്പണ്ടിരിക്കുമ്പോൾ, നല്ല ബിസിനസ്, നല്ല കാര്യങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദുഃഖമാണെങ്കിൽ പുള്ളിയുടെ പരുവം നോക്കിയിട്ട് എങ്ങാണ്ടോട്ടോ കുഴപ്പം ചോദിക്കുമ്പോൾ പറയുന്നത് ആയിരിക്കാൻ പറ്റില്ല. പോവാം. എങ്ങോട്ടാ പോന്നെ? പോവാം. എവിടെ വരെ പോവാം. ആരൊക്കെ ഉണ്ടാകും അറിയത്തില്ല. എങ്ങനെ കഴിപ്പ് അറിയത്തില്ല. എവിടെ കുടിപ്പ് അറിയത്തില്ല. പക്ഷെങ്കിൽ പുറപ്പെടുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം ആരോട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ സംസാരിപ്പാൻ തീർന്നു. ഒരുമിച്ച് സംസാരിച്ച സഹോദരൻ പറഞ്ഞു, പിതാക്കന്മാർ ഇറങ്ങി തിരിച്ചപ്പോൾ ലോകത്തിന്റെ ബുദ്ധി വെച്ച് നോക്കിയാൽ വിഡ്ഢിത്തരത്തിലേക്കുള്ള വിളിയാണെന്ന് തോന്നും, വിഡ്ഢിത്തരത്തിലേക്കുള്ള പുറപ്പാടാണെന്ന് തോന്നും. എന്നാൽ ഇന്ന് രാത്രി അഭിമാനത്തോടെ 2 കൈ ഉയർത്തി ഞാൻ പറയട്ടെ, ദൈവമെനിക്ക് മുമ്പിൽ ഒരു വിദ്യയാകാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവം കൊണ്ട് നിർത്തുന്ന നമ്മെ നയിക്കുന്ന മേഖലകൾ എന്നും വ്യത്യസ്തമായിരിക്കും. അതാണ് പെന്തക്കോസ്തിന്റെ ചരിത്രം. യേശുവിന്റെ നാമത്തിൽ എന്ന രാത്രി എല്ലാ അരക്ഷിതത്വ ചിന്തകളെയും ഞാൻ ആരെങ്കിലും സൂചന നിലവിൽ എന്ന രാത്രി ആയിരിക്കുന്നെങ്കിൽ ദൈവമെനിക്കകത്തെ വെളിപ്പാടിന്റെ കണ്ണുകളെന്ന് ഈ രാത്രി ആത്മാവിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു കനാലിന് വേണ്ടി പുറപ്പെടാൻ ഈ രാത്രി ദൈവത്താവ് ശക്തീകരിക്കുന്നത്. ചിന്തകൾ മാറട്ടെ. പുറപ്പെടാൻ ദൈവം വിളിച്ചത് വെറുതെയല്ല, സുരക്ഷിതത്വത്തിലേക്കുള്ള വിളി. അത് വെളിപ്പാടിനകത്ത് കാണണം. ലോകം കാണുന്നത് അരക്ഷിതത്വമാണ്, ലോകം കാണുന്നത് ശൂന്യതയാ, ലോകം കാണുന്നത് പരാജയമാ. എന്നാൽ അബ്രഹാമേ, നീ ഒരു പരാജയമാകത്തില്ല, നീ ഒരു പരാജയമാകത്തില്ല. അതുകൊണ്ട് we need to have a mind to live what God demands. ദൈവം പറയുന്നത് രീതിയാണ് വിള. ലോകബുദ്ധി പ്രകാരം അരക്ഷിതത്വമാണ്. ഒരു ഡിമാൻഡും ഇല്ലാതെ ദൈവത്തിന്റെ ഒപ്പം നിൽക്കുക. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, I am available. ദൈവം ഞാൻ ലഭ്യമാണ്, ഞാൻ നിനക്ക് അവൈലബിളാണ്, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ നിന്റെ ശ്രമിച്ചു എന്ന് പറയാൻ തയ്യാറായാൽ ദൈവം നമ്മളെ കോട്ടപ്പിക്കുന്ന മേഖല നഷ്ടമാണ്. പ്രഭാവിന്റെ തലമുറ ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷിതത്വം ലോകത്തിന്റെ സുരക്ഷിതത്വമല്ല. ചുറ്റുപാടുമുള്ള 5 രാഷ്ട്രങ്ങൾ ഏത് സമയത്തും വെറും ഒരു തീപ്പൊയ്കയാക്കാൻ സകല സത്രയുള്ള ഇസ്രായേൽ ജനം. ചരിത്രം അറിയാവുന്നവർക്കറിയാം, പോയവർക്കറിയാം. അല്ലെങ്കിൽ ചുറ്റും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്നും ഒരു ചെറുകിൽ പോലും അല്ലെങ്കിൽ ഒരു ഈച്ചയ്ക്ക് പോലും ആ രാജ്യത്തെ തൊടാൻ കഴിയാതിരിക്കുന്നത് ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? സാങ്കേതികതയുടെ കുറവല്ല, അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളുടെ കണ്ണുകളുടെ പ്രകാശക്കുറവല്ല, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വിട്ടിയാകാൻ തയ്യാറായവന് വേണ്ടി നീക്കപ്പെടുന്ന സ്വർഗത്തിൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി കാണാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. അതാണ് ദൈവം വിളിക്കുന്നത്. ആ നിഷ്ഠൂരതയിലേക്ക് വാ. ഒരു പൊട്ടനെ പോലെ എന്റെ പിന്നാലെ നടക്കാൻ നീ സമർപ്പിച്ച ആ കാലങ്ങളിലേക്ക് മടങ്ങി വരിക. രണ്ടാമത്തെ കാര്യം, അവന്റെ നടത്തിപ്പിനനുസരിച്ച് നീ മുമ്പോട്ട് പോകാം. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. മുമ്പോട്ട് പോയാൽ ഒരു റൂട്ട് മാപ്പും കയ്യിലില്ല. അവരുടെ നടത്തിപ്പിനനുസരിച്ച് മുമ്പോട്ട് പോകുക. മൂന്നാമത്തെ കാര്യം, മോശയുടെ ന്യായപ്രമാണം കിട്ടിയിട്ടില്ല, പ്രത്യേക വെളിപ്പാടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, കൂടാരം പണിതും യാഗപീഠം പണിതു. കൂടാരം പണിതും യാഗപീഠം പണിതു. ഒരിടത്തുനിന്ന് കൂടാരം പൊളിച്ച് അടുത്തോട്ട് പഠിക്കുമ്പോൾ അവിടെ ഉണ്ട് യാഗപീഠം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? He developed a regular relationship with God.
അവനൊരു നിരന്തര ദൈവിക സമ്പർക്കം നൽകി. ഒന്ന്, ഒരു വിധിയെ പോലെ വിടാൻ തയ്യാറായി ചിലതിനെ. രണ്ട്, ദൈവിക ഗൈഡൻസിന് മുമ്പോട്ട് പോകാൻ തയ്യാറായി. മൂന്ന്, ഒരു റെഗുലർ റിലേഷൻഷിപ്പ്, ഒരു നിരന്തര ബന്ധം. എവിടെ കൂടാരമുണ്ടോ അതിനു മുമ്പിൽ എന്തുണ്ടോ? എന്തുണ്ട്? യാഗപീഠമുണ്ട്. ഒരു യാഗപീഠമുണ്ട്. ഞാൻ കാര്യം പറയാം, യാഗപീഠമുണ്ടോ അവിടെ ദൈവിക സന്ദർശനമുണ്ട്, അവിടെ ദൈവിക ഇടപെടലുണ്ട്. പ്രാർത്ഥനയുണ്ടോ, ആരാധനയുണ്ടോ, ദൈവിക ഇടപെടലുണ്ട്. ആ പാട്ടുകാരെ പറയുന്നത്, കർത്താവേ നിന്റെ സന്നിധിയിൽ ഞാൻ വർദ്ധിച്ചോട്ടെ, ഹല്ലേലൂയ, നിന്റെ പാദങ്ങൾ ഞാൻ ചുംബിച്ചോട്ടെ, ആരാധ്യ യേശുവര എന്ന് പറയാനുള്ള കാരണമെന്താണ്, എന്ന് പാടാനുള്ള കാരണമെന്താണ്? ആ സാന്നിധ്യം. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, ഈ ജനം ദുശാഠ്യമുള്ള ജനമാണ്, ഞാൻ പോവാ, എനിക്ക് ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. ഐ കനോട്ട് അഡ്ജസ്റ്റ് വിത്ത് അവരോടുകൂടി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പോവാ. ഞാൻ കാര്യം ചെയ്തേക്കാം. വാശത്വം പറഞ്ഞ എനിക്ക് നാണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉത്തരം ഇട്ടേക്കാം. ശത്രുവിനെ സംഭരിക്കും, മേഘസ്തംഭം തിരിച്ചെടുക്കുന്നില്ല, അഗ്നിസ്തംഭം തിരിച്ചെടുക്കുന്നില്ല, എല്ലാ ക്രമീകരണങ്ങളും തരാം, മഞ്ഞ ഇഷ്ടം പോലെ തരാം, സകല ക്രമീകരണങ്ങൾ ഒരുക്കി തരാം. പക്ഷെ ഞാനെന്ത് ചെയ്യുന്നില്ല, വരത്തില്ല. എന്നാൽ അതിനകത്തെ അപകടം മനസ്സിലാക്കിയ മോശ ദൈവത്തോട് പറയുന്നു, ജനത്തോടുകൂടെ വസിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ നീ പറഞ്ഞു, ഒക്കെ ശരി, അല്ലെങ്കിൽ എന്നാൽ തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരാൻ കഴിയുമോ? എന്നോടുകൂടെ പോരാൻ കഴിയുമെങ്കിൽ നീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കുന്നത്. ഒരു നിമിഷം ദൈവങ്ങൾ ഏൽപ്പിച്ച് എല്ലാവരും ദൈവത്തിന്റെ ഒരു നിമിഷം കൊള്ളുന്നതാണ്. എല്ലാവരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. കണ്ണുകളെ അടച്ച സ്തുതി സ്തോത്രയാഗങ്ങൾ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞ കർത്താവേ, ഇന്ന് രാത്രി ഹല്ലേലൂയ അങ്ങയോടുള്ള നിഷ്കളങ്കതയിൽ ഏകാഗ്രതയിൽ മുൻപോട്ട് പോകാൻ എന്നെ അനുവദിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം അതിനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറാണ്. എത്ര പേർ ദൈവസ്ഥനെ പ്രാർത്ഥിക്കും, ഞാനും നീയുമായിട്ടുള്ള ആ ഭേദ്യമായ ബന്ധത്തിന് നിധാനം വരുത്തുന്നത് ഹല്ലേലൂയ ലോകത്തിനെ പോലെ, ദേഹത്തിനെ പോലെ, ആരാനെ പോലെ എന്തെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിലുള്ളതല്ല. I am ready to leave that Lord. ഹല്ലേലൂയ. ദൈവമേ, ഞാനത് വിട്ടുകളയാൻ തയ്യാറാണ്. നിന്നോട് ചേർന്ന് എനിക്ക് നടക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് മറ്റൊന്നും വേണ്ടപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ ആരും തയ്യാറാക്കും. നിന്റെ ആത്മാവിൽ നിന്ന് ഉപദേശമനുസരിച്ച് I want to go ahead. ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, എന്നെ കഴിയണമേ, എന്നെ സന്ദർശിക്കണമേ, എന്നെ മുൻപോട്ട് നയിക്കണമേ. നീ തള്ളിക്കളയുന്ന ദൈവമല്ല, നഷ്ടപ്പെട്ടതിനെ എടുത്ത് അങ്ങനെ ഇല്ലാതാക്കുന്ന ദൈവമല്ല, നീ വീണ്ടും പടുതെടുക്കുന്ന ദൈവമ, നീ രൂപപ്പെടുത്തുന്ന ദൈവമ. ഈ രൂപത്തിന്റെ ദൈവം എന്നെ പഠിപ്പിച്ച് യാഥാർത്ഥ്യം പറയാ. അങ്ങനെ യേശു ഏറ്റവും അധികം സമയം ചിലവഴിച്ചത് നഷ്ടപ്പെട്ടതിന്റെ കൂടെയാ, പരാജയപ്പെട്ടതിന്റെ കൂടെയാ, അങ്ങനെ ഇല്ലാതായി പോകുന്ന തോന്നിയതിന്റെ കൂടെയാ, ഭാവി എന്ന് ഒത്തിരിക്കുന്നതിന്റെ കൂടെയാ യേശു ഏറ്റവും അധികം സമയം ചിലവഴിച്ചത്. ഇന്ന് രാത്രി ഹല്ലേലൂയ എന്നോടുകൂടെ ഹല്ലേലൂയ സമയം ചിലവഴിക്കുക തയ്യാറുള്ളൊരു നല്ലയപ്പൻ, ഹല്ലേലൂയ നഷ്ടപ്പെട്ട അവസ്ഥയിൽ മടങ്ങി വരാൻ തയ്യാറാക്കുന്ന എന്നെ കരങ്ങൾ നൽകുന്നവരപ്പൻ അവന്റെ സാന്നിധ്യത്തിൽ എനിക്ക് വസിക്കുന്നു. വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, ആരാധ്യൻ യേശുമായ പ്രിയനേ.
ദൈവത്തോട് പറഞ്ഞുള്ള ഒരു നല്ല സന്ദർഭമാണിത്.
കൊട്ടാരത്തോട് ഇങ്ങനെ പറയാം, ആ ബന്ധം വിഭജിക്കപ്പെട്ടു, ആ ബന്ധത്തിൽ നിന്ന് അന്യപ്പെടുത്തിക്കളയും. ഏതെങ്കിലും അനുഭവങ്ങളെ ജീവിതത്തിൽ അറിയാം വന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി വരികയാണ്, നിന്റെ വാഴ്ത്തോ ജീവിതം എന്നെ പരിചരിപ്പിക്കുന്ന ഒരു വലിയ അന്തരോട് ആവശ്യമുണ്ടെന്ന് ദൈവത്തിന്റെ പൈതലെ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ഒരു പുതിയ കൃപ ഈ രാത്രി നിന്നെ കാത്തിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു പുതിയ നിയോഗം നൽകുക, ഒരു പുതിയ വയസ്സിന് നൽകുക, ഒരു പുതിയ മാനകത്തിക്കുക. ഈ ആരോഗ്യത്തോടെ പോകണ്ട, നീ പരാജയത്തോടെ പോകണ്ട, നീ ഭാരത്തോടെ പോകണ്ട. ദൈവത്തെ വിളിക്കുക, ദൈവത്തെ വിളിക്കുക. വാഴ്ത്തത്തിന്റെ ചാലനകത്ത് ഇന്നയാത്തിൽ നടക്ക്, വാഴ്ത്തത്തിന്റെ ചാലനകത്ത് ഇന്നയാത്തിൽ കയറി വാ. ഞാൻ എന്നെ ഉപദേശിക്കുക, ഞാൻ നിനക്ക് ആലോചന പറയുക. വഴിയിലാകുന്നു ഇതിനെ നാട്ടുകൊണ്ട് എന്ന് പറയുന്ന ദൈവശോകം കേട്ടുകൊണ്ട് ഓരോ നിമിഷവും ശരിക്കുക. പരിശുദ്ധാത്മാവിനെ ഹേദിക്കുന്നതോട് ചോദ്യങ്ങളെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾ എല്ലാം ഒരു വിടുവിന്റെ ശുശ്രൂഷ, പിന്നാലെ നടക്കുന്ന അഭിഷക്ത ശുശ്രൂഷകളെല്ലാം ഒരു ശക്തമായ വിടുതലായി ഈ ആലയത്തിൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. എന്നാൽ ദൈവത്താവിന്റെ ആഹ്വാനം അനുസരിച്ച് ഞാൻ ഇന്ന് രാത്രി ചോദിക്കുക, കർത്താവേ, ഇന്ന് രാത്രി നിന്നെ പ്രതി വിട്ടുകളയാൻ ഞാൻ ഇന്ന് രാത്രി തയ്യാറാണ്. എനിക്ക് പരാജയം വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ചെന്ന് വിട്ടുകളയാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തിയാട്ടെ. പ്രാർത്ഥിക്കാൻ നോക്കുക, പ്രാർത്ഥിക്കാൻ നോക്കുക. നിന്റെ കഴിച്ചായിരിക്കും വേണ്ടിയത്, നിന്റെ വളർച്ചയ്ക്കായിരിക്കും വേണ്ടിയത്. എവിടെയൊക്കെയോ ഞാൻ ഉണരുകയോ നാട്ടത്തിനകത്ത് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഭദ്യമായ ബന്ധത്തിൽ നിന്നും എന്നെ വലിച്ചു മാറ്റിക്കളഞ്ഞ എന്തൊക്കെയോ അനുഭവങ്ങൾ, അതിന്റെ കുറ്റബോധം എന്റെ മനസ്സാക്ഷി അലട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവേ, നിന്റെ മനസ്സരിവ്, നിന്റെ ദീർഘക്ഷമ, നിന്റെ മഹാത്മയ ഇന്ന് രാത്രിയും വലുതാകിയാൽ കർത്താവേ അതിനകത്തേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഒരു പുതിയ സുഖം ഈ രാത്രി രക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. വാട്സപ്പത്തിലേക്കുള്ള മടങ്ങി വരും. ചിലതിനെ വിട്ടുകളാണ് ദൈവം പൂർണ്ണമായി നിവർത്തിക്കാം. എന്നെ ഇന്ന് രാത്രി ഏൽപ്പിക്കുന്നു പറഞ്ഞത് കരമേറ്റിയാട്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ ആരെയും നോക്കുന്നില്ല, ഞങ്ങൾ ആരെയും നോക്കുന്നില്ല, ആരും പരസ്പരം നോക്കണ്ട. നിന്റെ നടത്തിപ്പിനകത്ത് ചലിക്കുന്ന ഒരു പൂർവീകരണം എനിക്ക് വേണം കർത്താവേ. വർഷത്തെ പോലെ നല്ലതാണ് എനിക്ക് വേണം. അയാൾക്ക് സംഭവിക്കുന്നവർ മടങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. എന്റെ നിഷ്കളങ്കതയിൽ ഞാൻ നടക്കും, എന്റെ നിഷ്കളങ്കതയിൽ ഞാൻ നടക്കും, എന്റെ ഏകാഗ്രതയിൽ ഞാൻ നടക്കും. രാത്രിക്ക് നന്ദി പറയുന്നു. ഈ ആരാധനയുടെ ഈ ആരംഭം ഇവിടെ ചലിച്ചു തുടങ്ങുന്ന ദൈവസാന്നിധ്യമാരുടെ ശുശ്രൂഷകളിലൂടെ ഇന്ന് രാത്രി മഹാനദിയായി, ഒരു ജീവജല നദിയായി, ഒരു അഭിഷേകമായിട്ട് വ്യാപരിക്കുന്നവരുടെ സമർപ്പിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിച്ചു. അതിനായി